താമരശ്ശേരി പൂനൂരിൽ വിഷക്കൂൺ പാകം ചെയ്ത് കഴിച്ച 6 പേർക്ക് ഭക്ഷ്യവിഷബാധ. ഇന്നലെ വൈകിട്ടോടെയാണ് ഇവർ കൂൺ പാകം ചെയ്ത് കഴിച്ചത്. ഛർദിയെ തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വിശദാംശങ്ങളുമായി ലക്ഷ്മി ചേരുകയാണ്. ലക്ഷ്മി, ഈ 6 പേരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇവർ എവിടെ നിന്നാണ് ഈ കൂൺ വാങ്ങിയത് എന്ന് സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇപ്പോൾ താമരശ്ശേരി പൂനൂരിലാണ് ഇപ്പോൾ വിഷക്കൂൺ പാകം ചെയ്ത് കഴിച്ച 6 പേർ ആശുപത്രിയിലായിരിക്കുന്നത്. അബൂബക്കർ, ഷബ്നാസ്, സൈദ, ദിയ, മുഹമ്മദ്, റസൻ എന്നീ 6 പേരെയാണ് ഇപ്പോൾ ചികിത്സയിലായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇവർ ഡിസ്ചാർജ് ആയിട്ടുണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം ഇതിൽ അബൂബക്കറും ഫിറോസും സഹോദരങ്ങളാണ്. അപ്പോൾ ഫിറോസിന്റെ വീടിന് പരിസരത്തുള്ള ഒരു കൂണാണ്, ഒരു വിഷക്കൂണാണെന്ന് അറിയാതെ അവരത് പാകം ചെയ്ത് കഴിക്കുകയായിരുന്നു. എന്നിട്ട് ഇവിടെ, അതായത് ഈ ഫിറോസിന്റെ കുടുംബം പാകം ചെയ്ത വിഷക്കൂൺ അത് മറ്റ് അബൂബക്കറിന്റെ ഫാമിലിക്ക് കൂടി, കുടുംബത്തിന് കൂടി നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് 6 പേർക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഇവർ വിഷക്കൂൺ പാകം ചെയ്ത് കഴിക്കുന്നത്. അതിനുശേഷം അവരെ ഛർദിയെ തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഇന്ന് രാവിലത്തോടെ തന്നെ ഇവരെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി ലക്ഷ്മി, താമരശ്ശേരി പൂനൂരിൽ വിഷക്കൂൺ പാകം ചെയ്ത് കഴിച്ച 6 പേർക്ക് ഭക്ഷ്യവിഷബാധ. പക്ഷേ ഇപ്പോൾ അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലക്ഷ്മി.